ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയിലെ Q&A സെക്ഷൻ ആണ്. അതായത് നിങ്ങൾ കുറെ കാലമായിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഇനി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട്. ഫസ്റ്റ് കൂടുതലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സ്കിൻ ലെയറിങ്ങിനെ പറ്റിയിട്ടാണ്. ഞാൻ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ പറഞ്ഞു തരാം. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലെയറിങ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ സാലിസിലിക് ആസിഡിന്റെ കൂടെ നമുക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ വിറ്റാമിൻ സി ടോണേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ തിരിച്ചുൾട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സാധനത്തിനോട് അത് ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കൺഫ്യൂസിങ് ആണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത് പെട്ടെന്ന് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, വിറ്റാമിൻ സി, റെറ്റിനോൾ, ഇതൊക്കെയെന്ന് വെച്ചാൽ കുറച്ച് അസിഡിക് നേച്ചറിലോട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ അസിഡിക് നേച്ചറിലുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈവൻതോ അത് നമ്മുടെ സ്കിന്നിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന pH-ലാണ് ഉണ്ടാക്കുന്നതെങ്കിലും രണ്ട് അസിഡിക് നേച്ചറിലുള്ള സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ സ്കിന്നിലോട്ട് ആഡ് ചെയ്യും. അത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പറയുന്നത് വിറ്റാമിൻ സി യൂസ് ചെയ്തത് അതിന്റെ pH 2 ആണെന്ന്. കാരണം നമ്മുടെ സ്കിന്നിന് ഒരു നോർമൽ pH ഉണ്ട്. അപ്പൊ നമ്മൾ ഈ രണ്ട് അസിഡിക് നേച്ചറുള്ള സിറംസ് ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ pH ഒന്ന് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആ രണ്ട് അസിഡിക് നേച്ചറുള്ള സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ടോണേഴ്സ് വരുമ്പോഴത്തേക്ക് അത് കുറച്ച് സത്യത്തിന്റെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. യൂസ് ചെയ്യാൻ പറ്റൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോണേഴ്സിൽ അത്രയും കോൺസെൻട്രേഷൻ ആ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും സേഫ് സോണിൽ നിന്ന് കളിക്കാൻ വേണ്ടി പറയുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും യൂസ് ചെയ്യാത്തതാണ് നല്ലത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് നല്ലതാണ്. നമുക്കൊരു മൈൽഡായിട്ട് എക്സ്ഫോളിയേഷൻ നടത്തും. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ്, അതായത് AHA ടോണേഴ്സ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന സാധനം ഇങ്ങനെ നമ്മൾ മെയിൻലി എക്സ്ഫോളിയേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഇവർ AHA ടോണർ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് ബേസിക്കലി ഒരു ഹൈഡ്രേറ്റിംഗ് ടോണറിൽ കുറച്ച് ഒരു 0.002% ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ റെറ്റിനോളോ അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് സെറമോ ഒന്നും യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമുക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ അങ്ങനെ നോക്കാറുമില്ല. നമ്മുടെ ടോണേഴ്സ് അങ്ങനെ പറയാറുമില്ല, ഇത്ര പെർസെന്റേജ് ഉണ്ട് എന്ന് പറയാറുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന ടൈം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അത് യൂസ് ചെയ്യുന്ന ടൈം ഗ്ലൈക്കോളിക് ആസിഡ് സ്കിപ്പ് ചെയ്യാം. മോർണിംഗിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്താൽ മതി. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ വിറ്റാമിൻ സിയുടെ കൂടെ എന്തുകൊണ്ട് നമ്മൾ ഈ സിറംസ്, ഈ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ് ഒന്ന് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സി എപ്പോഴും ഒരു ബ്ലാക്ക് കളർ ബോട്ടിൽ അല്ലെങ്കിൽ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ബോട്ടിലായിരിക്കും കാണപ്പെടുന്നത്. ഒന്ന്, ഒരു രീതിയിലും സൺലൈറ്റ് അകത്തോട്ട് കടക്കാൻ പറ്റാത്ത എയർ ടൈറ്റഡ് ബോട്ടിൽസിലായിരിക്കും കാണപ്പെടുന്ന. രണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പമ്പ് ബോട്ടിലായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ വിറ്റാമിൻ സി ഉപയോഗിക്കും നമ്മൾ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോണേഴ്സിൽ കുറച്ച് റെറ്റിനോൾ ടോണേഴ്സ് ഇല്ല എനിവേസ്, പക്ഷെ പറഞ്ഞതേ ഉള്ളൂ, റെറ്റിനോൾ സിറമോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണറോ സാലിസിലിക് ആസിഡ് ടോണറോ അല്ലെങ്കിൽ അതിന്റെ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഈ സാധനം പെട്ടെന്ന് ബ്രേക്ക് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ വിറ്റാമിൻ സി ഉപയോഗിക്കുന്നുണ്ട്, യൂസ് ഇല്ലാണ്ടാവും. പിന്നെ ഈ ബ്രേക്കിങ്ങിൽ എന്തെങ്കിലും അൺവാണ്ടഡ് കോമ്പൗണ്ട് ആയിട്ട് അത് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ഫോർമുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, അതായത് വിറ്റാമിൻ സിയും റെറ്റിനോളും കൂടെ ഒരുമിച്ച് ഒരു ബോട്ടിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അത് അങ്ങനെ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്, നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാനും പറ്റും. ഒരുമിച്ച് ഉപയോഗിച്ചുകൂടാന്നല്ല, രണ്ട് സെപ്പറേറ്റ് ബോട്ടിൽ എങ്ങനെ വന്നാലും ഒരുമിച്ച് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. വിറ്റാമിൻസ് കാര്യം കഴിഞ്ഞാൽ പിന്നെ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴും സെയിം ഇഷ്യൂ ആണ്. റെറ്റിനോൾ കുറച്ച് വീര്യം കൂടിയ അസിഡിക് നേച്ചറുള്ള സാധനമാണ്. അതുപോലെയാണ് സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും ഒക്കെ. ഇത് നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ pH കുറയും, അതായത് കുറച്ച് അസിഡിക് നേച്ചറിലോട്ട് പോകും. അങ്ങനെ അസിഡിക് നേച്ചറിലോട്ട് പോയാൽ നമ്മുടെ സ്കിൻ നോർമലി വർക്ക് ചെയ്യുന്ന ആ ഒരു നേച്ചറിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റാതാവുകയും സ്കിൻ ഡ്രൈ ആവുകയും സ്കിൻ ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. സെയിം ഇഷ്യൂ ആണ് ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും ഒക്കെ വരുന്നത്. അപ്പൊ മാക്സിമം സിറംസും ടോണേഴ്സും ഒരുമിച്ച് ഈ പറയുന്നതൊന്നും ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും, എനിക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷോ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷോ വിറ്റാമിൻ സി ഫേസ് വാഷോ അല്ല അങ്ങനെ
ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ സിറംസ് ഒക്കെ ഇതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ഫേസ് വാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിൽ നിൽക്കുന്നില്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് ആ കണ്ടന്റ് മൊത്തത്തിൽ കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുഖത്ത് അതിന്റെ ആ സെറത്തിന്റെയോ അല്ലെങ്കിൽ ആ സാലിസിലിക് ആസിഡ് കോമ്പൗണ്ടിന്റെ ഒന്നും കോൺസെൻട്രേഷൻ നമ്മുടെ ഫേസിലില്ല, നമ്മൾ കഴുകി കളഞ്ഞല്ലോ. സോ അതുകൊണ്ട് നമുക്ക് വിറ്റാമിൻ സിയോ റെറ്റിനോളോ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രത്യേകിച്ചും സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വിറ്റാമിൻ സി ഉപയോഗിച്ച് വിറ്റാമിൻ സിക്ക് സ്റ്റെബിലിറ്റി കൂടിയാണ് ചെയ്തത്. കാരണം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ചെറിയൊരു ആൾട്ടർനേഷൻ വരും. ആ ആൾട്ടർനേഷൻ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത് ബേസിക്കലി നല്ലതാണ്. സോ അങ്ങനെ ഫേസ് വാഷിലുള്ള ആ പ്രശ്നം വരുന്നില്ല. മെയിൻ ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നത് ടോണേഴ്സിലും സിറത്തിലുമാണ്. പിന്നെ ഇനി എന്തിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന സിറംസ് ഉണ്ട്, അതായത് ഒരു ന്യൂട്രൽ പി എച്ച് നിൽക്കുന്ന സിറംസ് ഉണ്ട്. അതായത് നമ്മുടെ നയാസിനമൈഡ്, അതിലെ നമ്മുടെ കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ഹൈഡ്രോണിക് ആസിഡ്, പെപ്റ്റൈഡ്സ്, ഇതൊക്കെ നമുക്ക് എന്തിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. കുഴപ്പമൊന്നുമില്ല, കാരണം ഇതെല്ലാം ഒരു ന്യൂട്രൽ പി എച്ചിൽ വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. മാക്സിമം ശ്രദ്ധിക്കേണ്ട, ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, അതായത് ബേസിക്കലി നമ്മൾ സ്കിൻ കെയർ ഒരുമിച്ച് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന 2 ഇൻഗ്രീഡിയൻസും, അത് സെറം ആയാലും ടോണേഴ്സ് ആയാലും യൂസ് ചെയ്യാതിരിക്കുക, ഫേസ് വാഷ് ആണെങ്കിൽ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ മോയിസ്ചറൈസേഴ്സിലോട്ട് പോകുമ്പോഴും ബേസിക്കലി അത് തന്നെയാണ്. അതാണ് ഈ ചില നൈറ്റ് ക്രീമുകളുടെ കൂടെ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം ചില നൈറ്റ് ക്രീംസിൽ ചിലപ്പോൾ റെറ്റിനോൾ ഉണ്ടായിരിക്കും. ഓലയുടെ നൈറ്റ് ക്രീമിനകത്ത് റെറ്റിനോൾ ആണ് ഉള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഡെംഡോക്കിന്റെ നൈറ്റ് ക്രീമിൽ നോക്കിയാൽ അതിനകത്ത് സാലിസിലിക് കോജിക് ആസിഡ് ഉണ്ടെങ്കിലും അതിനകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട്. 2% തന്നെ ഉണ്ട്. അപ്പൊ 2% സാലിസിലിക് ആസിഡും വിറ്റാമിൻ സിയും കൂടി ഒരുമിച്ച് ഉപയോഗിച്ച സ്കിന്നിന് പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോയിസ്ചറൈസർ, ടോണർ, സിറംസ് വാങ്ങിക്കുമ്പോൾ സിറം കുഴപ്പമില്ല, കാരണം നമുക്ക് ഇൻഗ്രീഡിയന്റ് അറിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ബാക്കി ടോണേഴ്സും മോയിസ്ചറൈസറും വാങ്ങിക്കുമ്പോൾ അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സിറത്തിന്റെ കൂടെ ചേരാത്ത ഏതെങ്കിലും ഇൻഗ്രീഡിയന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ട് ചേരുന്ന നയാസിനമൈഡോ കോജിക് ആസിഡോ അതല്ലെങ്കിൽ ആൽഫാർബിറ്റിനോ അല്ലെങ്കിൽ ബേസിക് ഒരു മോയിസ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും, അതായത് നമ്മൾ ഗ്ലിസറിനും ഒക്കെ വെച്ചിട്ടുള്ള ബേസിക് മോയിസ്ചറൈസർ, ഒക്കെ ഉള്ള ബേസിക് മോയിസ്ചറൈസർ യൂസ് ചെയ്താലും മതി. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ലെയറിങ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടീച്ചറിനെ കുറച്ചും കൂടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ കുറെ പേര് ചോദിച്ചതാണ്, സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ഇതാണ്, 15 വർഷം മുന്നേ ഉള്ള എന്റെ ടാനിങ് ഞാൻ എങ്ങനെ മാറ്റും, 20 വർഷം മുന്നേ ഉള്ള ടാനിങ് എങ്ങനെ മാറ്റും. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കാം, ടാനിങ് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് നമ്മുടെ സ്കിന്നിന്റെ ഡീപ്പ് ലെയറിലോട്ട് പോകും എന്നുള്ളത് സത്യമാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 15 വർഷവും 20 വർഷവും ഒന്നും ടാനിങ് നമ്മുടെ ഫേസിൽ നിൽക്കത്തില്ല. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ എക്സ്പോളിയേറ്റ് ആവുന്നതിന്റെ കൂടെ ടാനിങ്ങും പോകും. 15 വർഷം പഴക്കമുള്ള ടാനിങ് ഒന്നും ആയിരിക്കത്തില്ല, നിങ്ങളുടെ സ്കിന്നിൽ ഓൾമോസ്റ്റ് ടാൻ ആയതാണ്. അത് നിങ്ങൾ ലൈക്ക് കുറെ വർഷങ്ങളായിട്ട് 15 വർഷത്തിനേക്കാൾ ഇപ്പൊ നിങ്ങളുടെ എത്ര ഏജ് ഉണ്ടോ അത്ര ഏജ് തന്നെ പഴക്കം ആ ടാനിന് ടാനിന് കാണത്തില്ല, അത്രയും വർഷമായിട്ട് നിങ്ങൾ ടാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ടാനിങ്ങിന് പഴക്കുണ്ടാവില്ല, നിങ്ങളുടെ സ്കിൻ ടാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം നമ്മുടെ 15 വർഷവും നമ്മുടെ സ്കിൻ നിൽക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയാണെങ്കിൽ നമ്മൾ 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആവാൻ, വലുതാകുമ്പോൾ 1 മാസം എടുക്കും. അത് എക്സ്ഫോളിയേഷൻ നടന്നിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ പൊക്കോണ്ടിരിക്കും. പക്ഷെ വരുന്ന ന്യൂ സ്കിന്നിലും ടാനിങ് വരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ ടാനിങ് മാറ്റാന്നുള്ളതേ ഉള്ളൂ. കാരണം എത്ര വർഷം പഴക്കമുള്ള ടാനിങ് ആയാലും നമ്മൾ ഇപ്പൊ 2 വർഷം പഴക്കമുള്ള ടാൻ ആയാലും 2 മാസം പഴക്കമുള്ള ടാൻ ആയാലും അതിന്റെ ഇന്റൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 2 മാസം കൊണ്ട് എക്സ്ട്രീമിലി നമുക്ക് 2 വർഷത്തിന്റെ പഴക്കമുള്ള ടാനിങ് നമുക്ക് 2 മാസത്തെ ടാനിങ് കിട്ടും. ഒന്ന് ഡെസേർട്ടിൽ പോയി നിന്ന് നോക്കിയാൽ മതി. അപ്പൊ ടാനിങ് എന്ന് പറയുന്ന ഇന്റൻസിറ്റി വെച്ചിട്ടാണ്, അതിന്റെ ഇയർ ബേസ്ഡിലല്ല അത് ഡിഫൈൻ ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കാം. ഇനി എങ്ങനെ മാറ്റും? ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം നല്ല ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് പിന്നെ നമ്മുടെ ഫുഡ്സിന്റെ അക്കോർഡിംഗ്ലി നമ്മുടെ സ്കിന്നിന്റെ അക്കോർഡിംഗ്ലി നമുക്ക് കുറെ പ്രൊട്ടക്ഷൻ അങ്ങനെ കിട്ടുന്നുണ്ട്. മെയിൻലി നമ്മളെ ഫുഡിന്റെ അക്കോർഡിംഗ്ലിയാണ്. കാരണം നമ്മൾ ഒരുപാട് ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നുണ്ട്, നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. പിന്നെ രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരു ബേസിക് സൺസ്ക്രീൻ, അതായത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഒരു സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാം. അത് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനിയിപ്പോ ഇതിനകത്ത് പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമുക്ക് വീണ്ടും ചെയ്യാം, കാരണം ഞാൻ സൺസ്ക്രീൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലായി കാണും. പിന്നെ ഇനി അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചും കൂടി ഈസി ആവും. അല്ലെങ്കിൽ എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഓവറോൾ ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ കുറച്ച് ലോഷൻ ടൈപ്പ് സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. അതല്ല നിങ്ങൾ ഒരു ഓയിലി കോമ്പിനേഷൻ ടൈപ്പ് ആൾക്കാരാണെങ്കിൽ ജെൽ സൺസ്ക്രീനോ, എക്സ്ട്രീമിലി ഓയിലി ആണെങ്കിൽ മാറ്റ് സൺസ്ക്രീനോ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് വിയർപ്പ് ഉണ്ടെങ്കിൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് അടങ്ങിയ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ ഏതെങ്കിലും പർട്ടിക്കുലർ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കറക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓയിലി ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണോ നോക്കുക. അതല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കാം. സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, ആവോബെൻസിൻ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഇതിനകത്ത് ഏതാണോ ഉള്ളത് അതില്ലാത്ത സൺസ്ക്രീൻ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഒരു
ഒരു ഓവറോൾ ടൈപ്പ് നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. 2 ഇമ്പോർട്ടന്റ് കാര്യമല്ലോ. 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരു സിറം സെലക്ട് ചെയ്യുക. ഞാൻ കോജിക് ആസിഡ് പറയുമെങ്കിലും പക്ഷെ ടാനിങ് മാറ്റാൻ ഏറ്റവും നല്ലത് ആൽഫ ആർബിറ്റിനോ ട്രാൻഎക്സാമിക് ആസിഡോ ആണ്. കാരണം കോജിക് ആസിഡ് കൂടുതൽ ഹൈപ്പർ പിഗ്മെന്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ആൽഫ ആർബിറ്റും കുറച്ചുകൂടി സ്കിന്നിന്റെ കോംപ്ലക്സ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടും ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ടാനിങ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ ഒരു ബേസിക് എനിക്ക് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ടാനിങ് മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് ആൽഫ ആർബിറ്റിനാണ് കോജിക് ആസിഡിനെക്കാളും. കോജിക് ആസിഡ് കൂടുതൽ പിമ്പിൾ മാർക്സ് അല്ലെങ്കിൽ നമ്മൾ മെലാസ്മ അങ്ങനെയുള്ളത് മാറ്റാനായിരിക്കും കുറച്ചും കൂടെ ഈസി. കാരണം കുറച്ചും കൂടെ കോൺസെൻട്രേഷനിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇത് കുറച്ചും കൂടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആൽഫ ആർബിറ്റിൻ. ആൽഫ ആർബിറ്റിൻ പിന്നെ നിയാസിനമൈഡ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷെ ആൽഫ ആർബിറ്റിൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ രീതിയിൽ നമുക്ക് ആ ഒരു ടാനിങ് മാറ്റിയെടുക്കാൻ പറ്റും. നിയാസിനമൈഡിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എന്താ റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഹൈഡ്രേറ്റഡ് ആവും. ഹൈഡ്രേഷൻ കിട്ടുമ്പോഴത്തേക്ക് സ്കിന്നിന്റെ കോംപ്ലക്സിൽ ഒരു ചെറിയ ചേഞ്ച് വരും. പ്ലസ് നമ്മുടെ ആൽഫ ആർബിറ്റിൻ അതിന്റെ ഒരു ടാനിങ് മാറാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നും. റിസൾട്ട് തോന്നുന്നതിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു 18 ഇയേഴ്സിന് എബോവ് ഉള്ള ആൾക്കാരാണെങ്കിൽ വീക്കിലി 18 to 20 ഒക്കെ ആണെങ്കിൽ വീക്കിലി വൺസ് നൈറ്റ് ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം, ഗ്ലൈക്കോ-6 എന്നൊക്കെ പറഞ്ഞ ക്രീമോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ഫോളിയേഷൻ നടക്കുന്ന കാരണം ഒരു റിസൾട്ട് കിട്ടും. 24 ഏജിന് മുകളിലോട്ടാണെങ്കിൽ ഒന്നുകിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ പീല് വീക്കിലി വൺസോ 2 ആഴ്ചയിൽ ഒരിക്കലും നോക്കുമ്പോൾ നമുക്ക് ആ ഒരു അപ്പർ ലെയറിലുള്ള എക്സ്ഫോളിയേഷൻ നടക്കും, അതിന്റെ കൂടെ ടാനിങ് പോകും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാനിങ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ ഞാൻ പറഞ്ഞ ആൽഫ ആർബിറ്റിനോ നയാസിനമൈഡോ ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ഒന്നുമല്ല, സൺസ്ക്രീൻ ആണ്. പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലാണ്ട് നിങ്ങൾക്ക് ലാക്ടിക് ആസിഡ് പീൽസ് യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു എക്സ്ഫോളിയേഷൻ നടക്കും കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ ഓൾറെഡി ഇല്ല ആ ഒരു ഹൈപ്പർ പിഗ്മെന്റ് ആ ഒരു ടാനിങ് മാറാൻ ഹെൽപ്പ് ചെയ്യും. ലാക്ടിക് ആസിഡ് ആണെങ്കിൽ കുറച്ചുകൂടെ മൈൽഡ് ആണ്, എക്സ്ഫോളിയേഷൻ നടക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ എല്ലാ സിറംസും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് തന്നെ ഒന്ന് ഉപയോഗിച്ചാൽ നമുക്ക് ടാനിങ് മാറ്റാം. പക്ഷേ മനസ്സിലാക്കുക, ഇതൊന്നും ഒരു മിറാക്കിൾ പ്രൊഡക്ട്സ് അല്ല. അതായത് 7 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ടൈം എടുക്കും. മിനിമം 3 months ഒക്കെ എടുക്കും റിസൾട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചു പോലും തുടങ്ങാനായിട്ട്. നമ്മൾ ആദ്യമേ ഒരു കുടത്തിൽ വെള്ളം ഉള്ളപ്പോൾ ഒരു കല്ലിട്ടാൽ വെള്ളം പൊങ്ങി വരത്തില്ലോ, കുറച്ച് കല്ലിട്ടാലേ കുടം നിറഞ്ഞു വരും. അതുപോലെ സ്കിൻ കെയർ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. സ്കിൻ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യും, എക്സ്ഫോളിയേഷനെ ഡിപ്പെൻഡ് ചെയ്യും, അതെങ്ങനെ നമ്മുടെ സിറംസ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്യും, നമ്മുടെ ഫുഡ് ഹാബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ഓവർ ഹെൽത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്കിൻ കെയർ വർക്ക് ചെയ്യത്തുള്ളൂ. സോ അതൊന്ന് കൺസിഡർ ചെയ്യുക. 7 ദിവസം കൊണ്ട് നിഖ്രിറ്റ് വെച്ച് അതായത് വെളുത്ത് നിറമൊന്നും കിട്ടാൻ പോണില്ല, നിങ്ങളുടെ സ്കിൻ വെളുക്കാനും പോണില്ല. പിന്നെ വെളുക്കാൻ പോകണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. നിങ്ങൾക്ക് നാച്ചുറലി ഒരു കളർ ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ DNA നിങ്ങൾക്ക് ഒരു കളർ ഉണ്ടാവുമല്ലോ, ആ കളർ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ വെളുക്കാനും പോണില്ല, നിങ്ങൾ കറക്കാനും പോണില്ല, നിങ്ങളുടെ ബേസിക് കളർ ഏതാണോ അത് നിങ്ങൾക്ക് കിട്ടും. അടുത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പിമ്പിളിന്റെ സ്കാറിങ് എങ്ങനെ മാറ്റാം, ചിക്കൻ പോക്സ് സ്കാറിങ് ഒക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റി. ഫസ്റ്റ് കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഒരിക്കലും നമ്മുടെ പിമ്പിൾ സ്കാറിങ്ങോ അല്ലെങ്കിൽ ചിക്കൻ പോക്സ് സ്കാറിങ്ങോ ഒരു സിറമോ ക്രീമോ ഒന്നും കൊണ്ട് മാറ്റാൻ പറ്റില്ല. കാരണം അതൊരു നല്ല ഹോളാണ്. ഈ ഹോൾ അടയ്ക്കണമെങ്കിൽ അത്രയും എമൗണ്ടോ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ വേണം. ആ കൊളാജൻ നമുക്ക് ഒരു പ്രൊഡക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സിറം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. സത്യമാണ്, പെപ്റ്റൈഡ്സും പെറ്റിനോൾസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഒരു സ്കാറിങ് റിമൂവ് ചെയ്യുന്ന അത്രത്തോളം ഒരു കൊളാജൻ നമുക്ക് ഈ സിറംസ് ഒന്നും കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഇൻക്ലിനിക് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് ചെറിയ ഓപ്പൺ പോസോ അല്ലെങ്കിൽ ചെറിയ പിമ്പിൾസിന് ചെറിയ പാടൊക്കെ ആണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് റെറ്റിനോളും പെപ്റ്റൈഡും ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ Q&A. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നത് ലക്ഷ്മി സൈനിങ്.